അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ദൈവവേദലേ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ യാത്ര, നിന്റെ ചിന്തകൾ, നിന്റെ ആലോചനകൾ, നീ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവവേദലേ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നീ ആരെ കോണ്ടാക്ട് ചെയ്യുന്നുവോ, ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ, എവിടെ കൂടി നീ സഞ്ചരിക്കുന്നുവോ, എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ, നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവർ, ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, ശിഷ്ടരോഗങ്ങൾ, മുഴ വരുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ അരിമ്പാറ മുതൽ ചിരങ്ങ് മുതൽ ചൊറി വരെ ത്വക്കിലുണ്ടാകുന്ന രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇന്ന് നിൻ്റെ യാത്രകൾ, ഇന്ന് നിൻ്റെ ചിന്തകൾ, നിൻ്റെ സംസാരങ്ങൾ, നിൻ്റെ ചെയ്തികൾ, നിൻ്റെ എഴുത്തുകൾ, തീരുമാനങ്ങൾ കർത്താവ് ആശീർവദിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കണ്ടിന്യൂറ്റി എന്ന് ഞാൻ പണ്ട് പറയത്തില്ലേ, കണ്ടിന്യൂറ്റി. നിങ്ങളത് പ്രെയർ ചെയ്യുമ്പോഴേ കണ്ടിന്യൂറ്റി, തുടർച്ച അത് ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റാണ്. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പ് വരത്തില്ലേ, അപ്പോൾ ആ സാധനം ഡാമേജ് അതായത് ഉദാഹരണത്തിന് ഇപ്പം എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്താ പറയണത്, തന്നെ പരിത്യജിച്ച് ദിവസേന എന്നല്ലേ 9:23 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അതായത് ഇതിൻ്റെ അകത്ത് ഇന്റർവെല്ലും ഗ്യാപ്പും ഒന്നുമില്ല.
എല്ലാ ദിവസവും കർത്താവ് പറഞ്ഞു ഓരോ ദിവസത്തിനും അതിൻ്റെ ക്ലേശക്കുരിശ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷേ അത് ഈശോയുടെ മേലിൽ എടുക്കണം. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആർക്കും കുരിശുണ്ടാകത്തില്ല. എല്ലാവർക്കും അനുദിന കുരിശുണ്ട്. അത് യേശുവിൻ്റെ നാമത്തിൽ എടുക്കണമെന്നുള്ളതാണ്. അങ്ങനെ എടുക്കുന്നതിന് ഈ ആഴ്ചയിൽ എടുത്ത് അടുത്ത ആഴ്ച എടുക്കണില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കണില്ല എന്നാണ്, ടോട്ടലായിട്ട് എടുക്കണില്ല എന്നതിൻ്റെ അർത്ഥം. അതാണ് ഈ അനുദിനം എന്നുള്ള വാക്ക് കർത്താവിൻ്റെ അകത്ത് കൂട്ടിച്ചേർക്കാൻ കാര്യം. അനുദിനം. അപ്പം ഈ ആഴ്ച കുരിശെടുത്ത് 2 ദിവസം കുരിശെടുത്തില്ല, അത് വിധിയാണ്, നരകമാണ്, ആരെയും കണി കൊണ്ടുവന്ന് ഇറങ്ങിയെന്ന് അറിയാൻ പാടില്ല. എന്തൊരു കഷ്ടമാണ്. ഇങ്ങനെ പ്രാഗി എടുക്കും. പിന്നെ ശനിയാഴ്ച ഒരു ബോധം വരുമ്പോൾ അയ്യോ കർത്താവ് സോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ കുരിശ് കർത്താവിൻ്റെ പേരിൽ എടുക്കും. അപ്പം അങ്ങനെ ഇതിൻ്റെ ഗ്യാപ്പ് വരരുത്. അത് ഭയങ്കര, അത് ഗ്യാപ്പ് വരാ. ഇപ്പം തന്നെ ഉദാഹരണത്തിന് ഈ സ്നേഹത്തിൽ നിലനിൽക്കുക എന്ന് ഈശോ പറഞ്ഞില്ലേ, അത് ഈ കുരിശിൽ നിലനിൽക്കുന്നതിനാണ് സ്നേഹം നിലനിൽക്കുന്നത് പറയണത്. മനസ്സിലായ? നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പോൾ നിങ്ങൾക്കും പോസ്റ്റ് അത് ഭയങ്കര സന്തോഷകരമായ അല്ല. യോഹന്നാൻ 15:9 നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പൊ ആ കൽപ്പനയിലുള്ള എന്താണ്? ഈ നിലനിൽപ്പിന്റെ കൽപ്പന ഏതാണ്? അനുദിനം എന്നെ സ്നേഹിക്കുന്നവൻ അല്ലേ? 9:23 അങ്ങനെ കിടക്കണം. എന്നെ അനുഗമിക്കുന്നവൻ സ്വയം പരിചയിച്ച് അനുദിനം തൻ്റെ കുരിശെടുത്തുകൊണ്ട്. അപ്പം അനുദിനം ഈ കുരിശെടുത്തുകൊണ്ട് പോണത് തന്നെയാണ് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത്. അല്ലാതെ 10 കൽപ്പന പാലിച്ച് ജീവിക്കണ കേസല്ല ഇത്. അനുദിനം ഇപ്പോൾ വൈഫിൽ നിന്നുണ്ടാകും കുരിശ്, ഭർത്താവിൽ നിന്നുണ്ടാകും, മക്കളിൽ നിന്നുണ്ടാകും, അയൽവാസിയിൽ നിന്നുണ്ടാകും, സ്വന്തം ശരീരത്തിൽ നിന്ന് രോഗങ്ങളുടെ കുരിശുണ്ടാകും. അനുദിനം ഈ കുരിശെടുത്തുകൊണ്ട് ക്രിസ്തുനാമത്തിൽ സഞ്ചരിക്കുന്നതാണ് സ്നേഹത്തിൽ നിലനിൽക്കുന്നത്. മനസ്സിലായ? അപ്പോൾ സ്നേഹത്തിൽ നിൽപ്പും അനുദിന കുരിശും, അതായത് ലൂക്ക 9:23 യോഹന്നാൻ 15:9 ഒരേ ആശയമാണ്. അപ്പം എന്തെങ്കിലും കുരിശ് കയ്യിലുണ്ടെങ്കിലേ അത് യേശുനാമത്തിൽ അങ്ങോട്ട് വരവ് വെച്ചാൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ പറ്റും. എൻ്റെ പേര് ഗ്രേസി ദേവസി, കാസർഗോഡ്, പള്ളിക്കര ഇടവക, ബേക്കൽ ഫോർട്ട്. ഞാൻ 2019 ഏപ്രിൽ 4 ഇവിടെ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനായിട്ട് കാരണം എൻ്റെ ഒരു മോള് കാരണമാണ്. ആ മോൾക്ക് വേണ്ടിയാണ് ഞാൻ വന്നത്. പിന്നെ അവൾ ജനിച്ചപ്പോഴേ അവൾ ഈ മുഖം മുഴുവനും കണ്ണ്, മൂക്ക്, ചുണ്ട് ഒന്നുമില്ലായിരുന്നു. അവൾ ജനിച്ചു കഴിഞ്ഞ് 3 മാസമാണ് അവൾക്ക് ഡോക്ടർ ഡേറ്റ് അവധി പറഞ്ഞത്. 3 മാസം കഴിയുമ്പോൾ മരിച്ചു പോകുന്ന ഡോക്ടർ പറഞ്ഞ്. പക്ഷേ അവൾ പാലൊന്നും കുടിക്കാൻ പറ്റൂല. ഇങ്ങനെ പാലൊക്കെ കോരിയാണ് കൊടുക്കുന്നത്. അപ്പം ഞാനും വിചാരിച്ചു അവൾ മരിക്കുമായിരിക്കുമെന്ന്. 6 മാസമായിട്ട് മരിക്കണ കാണാനില്ല. അവിടെ നിന്ന് പിന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് കാണിച്ചു. പോളിയൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടതാണ്. പോളിയൊക്കെ കൊടുത്തു. അവൾ വളർന്നു. പിന്നെ 6 മാസമാകുമ്പോൾ അവളൊരു ചുണ്ടിൻ്റെ ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ കണ്ണൊക്കെ അടഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ കുട്ടീനെ പ്രസവിച്ച് എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ അമ്മയായിരുന്നു, ഭർത്താവൊക്കെ ആയിരുന്നു കണ്ടേ. പിറ്റേ ദിവസമാണ് എന്നെ കാണിക്കുന്നത്. കാണിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് എൻ്റെ അമ്മ പറഞ്ഞു, മോളെ നീ കരയല്ലേ, ദേവസ്വം എല്ലാവരും പുറത്തേക്ക് കൊണ്ടുപോയി, അവൻ്റെ മെൻ്റലൊക്കെ മാറി, അവനാകെ തകർന്നു പോയി, മോള് വിഷമിക്കല്ലേ. അപ്പം ഞാൻ ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാണല്ലോ, അപ്പോൾ ഇതും പെൺകുട്ടിയായി, ദേവസ്വേട്ടൻ്റെ മുഖത്ത് എങ്ങനെ നോക്കുമെന്ന് വിചാരിച്ച് ഞാൻ വിഷമിച്ചിരിക്കുക കുട്ടീനെ നോക്കാതെ. എനിക്കൊരു ഓർമ്മയുമില്ല കുട്ടി ഉണ്ടായി ഇത് പെണ്ണാണെന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞു. ഞാനിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കുട്ടി കരഞ്ഞപ്പോൾ എൻ്റെ അമ്മ കരയണേന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ അമ്മ കരഞ്ഞിട്ട് പറഞ്ഞു, മോളെ നീ തകരല്ലേ, ദേവസ്വനെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അമ്മ എന്തിനാ കരയണേ, അവളെ ദൈവം തന്നതല്ലേ, അതിനെന്തിനാ കരയണേ. കുറച്ച് കഴിയുമ്പോൾ ദേവസ്വേട്ടനെ കൊണ്ടുവന്നു. ദേവസ്വേട്ടൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതിന് വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേണം, എനിക്ക് വേണം. നീ എങ്ങനെ വളർത്തും? ഞാൻ തെണ്ടും എന്നിട്ട് വളർത്തും, ദൈവം തന്ന നിധിയാണ്, അതിന് ഞാൻ കാത്തു സൂക്ഷിക്കും എന്ന് പറഞ്ഞ് വളർത്തി. അവൾക്കിപ്പോൾ 33 വയസ്സായി. അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ 2019 4 ഏപ്രിൽ ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ച നിയോഗം, അത് ആ മേടിച്ച് വെച്ച കത്തി ഒരിക്കൽ പോലും അയാൾക്ക് അതുമ്മ തൊടാൻ പറ്റിയില്ല. ആ കത്തിയിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട്, ഇത് ഉപയോഗിക്കരുത്, എൻ്റെ മോളെ എനിക്ക് വിട്ടു തരണം, ഈശോ നീ കാത്തോളണം, മാതാവേ നീ കാത്തോളണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആള്
പെട്ടെന്നൊരു ആൾക്കൊരു വയ്യാതെ ആവുകയാണ് ഈ 2019. അവിടെ നിന്ന് ഈ കത്തി ആൾ ഇപ്പോഴും മറന്നു പോകും. കത്തി എന്നും കുടിച്ചു കഴിയുമ്പോൾ പറയും ഇതെടുത്തുനിന്ന് ഞാൻ കൊല്ലുമെന്ന്. അത് കാരണം അവളെ വീട്ടിൽ നിർത്താറില്ല. അവളെ കൂട്ടുകാരുടെ കൂടെയൊക്കെ ആയിരുന്നു. അവളെ M.Com പാസ്സായി. അതുവരെ അവളെ വളർത്തി 9 പ്രാവശ്യം സർജറി ചെയ്തു. അവൾ നല്ല മിടുക്കിയായിട്ടിരിക്കുന്നു. അവൾ മാതാവിൻ്റെ മോളാണ്, ഭയങ്കര പ്രാർത്ഥനക്കാരത്തി. അവൾ നല്ല അവളെ വേളാങ്കണ്ണി മാതാവിന് ഞാൻ കൊടുത്തിരിക്കുകയായിരുന്നു. 6 മാസമാകുമ്പോൾ വേളാങ്കണ്ണിയിൽ എൻ്റെ അമ്മായിയമ്മ പറഞ്ഞു, മോളെ വേളാങ്കണ്ണി പോകുമ്പോൾ അവളെ കമത്തി കെടുത്തിയിട്ട് മലത്തിയെടുക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്നിട്ട് നിങ്ങൾക്കറിയാലോ ഹൃദയം നൊന്ത് പൊട്ടിക്കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യും ഞാൻ ഈ ലോകത്ത് ഇവളെയും കൊണ്ട്. അത്രമാത്രം കണ്ണ് പോലും തുറക്കാതെ ഇരുന്ന് ആ കണ്ണ് 4 വയസ്സിൽ ഫുൾ സർജറി ചെയ്തിട്ട് കണ്ണ് തുറന്നു. അവൾ ആദ്യമൊക്കെ നോക്കിയായിരുന്നു ഇങ്ങനെയായിരുന്നു. പിന്നെ നേരെ നോക്കാൻ നോക്കി. ബുദ്ധി, പഠിക്കാൻ നന്നായിട്ട് പഠിക്കും, നല്ല മിടിക്കുക. ആൺകുട്ടികളുടെ ഒരു സ്വഭാവം അവൾക്ക്. അങ്ങനെ അവളെ ഞാൻ വളർത്തി അവൾ ഇതുവരെ എത്തിച്ചു. പിന്നെ ഇവിടെ ഈ കൃപാസനത്തിൽ വന്ന് 2019 അവൻ പറഞ്ഞതുപോലെ ചെയ്യാനാ മാതാവ് പറഞ്ഞേ. എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. എനിക്ക് നല്ല ഇതുണ്ടായിരുന്നു, പത്രം. ആ പത്രം കൊണ്ടുപോയിട്ട് ഞാൻ വെറുതെ കളയില്ല, പള്ളിയുടെ പാതയ്ക്ക് വെക്കാറില്ല. ഞാനത് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടോളണം. ഓരോ വീടുകളിൽ ഞാൻ കയറിയിട്ട് തകർന്ന കുടുംബങ്ങളിലേക്ക് എന്നെ മാതാവ് കൊണ്ടുപോവാ. ഞാൻ പോകുമ്പോൾ മാതാവിനോട് പറയും, മാതാവ് എൻ്റെ കൂടെ വന്നോളണേ, അവിടെ കയറുക, എൻ്റെ കൂടെ കയറിക്കോളണം. ഞാൻ സംസാരിക്കുക അവരോട്, എങ്ങനെയൊക്കെ ഇത് ഉപയോഗിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെ അവരുടെ വിഷമങ്ങളൊക്കെ അറിഞ്ഞ് അവർക്ക് വേണ്ടി അവിടെ മുട്ടുകുത്തി ആ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയും, ആലപ്പുഴയിൽ കൃപാസനം എന്നൊരു പള്ളിയുണ്ട്, നിങ്ങളവിടെ പോയി പ്രാർത്ഥിക്ക്. മാതാവ് ഭയങ്കര അനുഗ്രഹം നൽകണത്. നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മുടെ വീട്ടിലെ അന്ധകാരമൊക്കെ വിട്ടുമാറും എന്ന് പറഞ്ഞ് ഓരോ പത്രം കൊടുക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുക എൻ്റെ ഈശോട്. ഇതവർ ഉപയോഗിക്കുമ്പോൾ ഇതവർക്ക് നല്ലൊരു പ്രയോഗമായിട്ട് അവർ മാനസാന്തരത്തിലേക്ക്, പ്രാർത്ഥനയില്ലാത്ത എത്ര കുടുംബങ്ങളിലേക്കാണ് ഈ പത്രം എന്നെ വളർത്തുകയായിരുന്നു. ഓരോ വീട്ടിലേക്കും കയറി ചെന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുക്കാനും എന്നെ ഒരു വലിയ പ്രേക്ഷിതയാക്കാനാണ് ഞാൻ മാതാവിനോട് പറഞ്ഞത്. എന്നെ ഒരു വലിയ പ്രേക്ഷിതയാക്കി മാറ്റി. അവിടെ നിന്ന് എൻ്റെ ഈ കൈ 1.5 വർഷം വേദനയായിരുന്നു. ഈ കൈ കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ മാതാവിനോട് ചോദിച്ചു, ഞാൻ എങ്ങനെ ഈ പത്രം എടുത്ത് കൊടുക്കും? എൻ്റെ കൈ പൊന്തിക്കണ്ടേ, എനിക്ക് ഈ ബാഗ് തൂക്കി പോകണ്ടേ? ഞാൻ എല്ലാ ജില്ലകളിലും പോവും. കാസർഗോഡ്, എവിടെയൊക്കെ ഞാൻ പോകാൻ പറ്റി, തമിഴ്നാട്, ഇംഗ്ലീഷ്, മലയാളം എല്ലാ പത്രം മേടിക്കും. ഓരോ പത്രം ഞാൻ കൊടുക്കുന്ന അത്ര വിശ്വാസത്തോടെയാണ്. അത് കൊടുത്തവരൊക്കെ അനേക സാക്ഷ്യം എന്നോട് പറയും. ഞാൻ പറയും, കൃപാസനത്തിൽ പോയി സാക്ഷ്യം പറയേ. എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. സ്ഥലം വിൽക്കാത്തവർ എന്നെ വിളിക്കും. ഞാൻ മാതാവിൻ്റെ ഉപ്പും തൈലും ഇട്ടിട്ട് അവിടെ മുട്ടുകുത്തിയിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കും, മാതാവേ ഇതിൽ ഇടപെടണം, അവരൊത്തിരി വിഷമത്തിലാണ്, ആ വിഷമം മാറ്റാൻ അമ്മയ്ക്ക് കഴിയും, എൻ്റെ അമ്മയ്ക്ക്. അതുപോലെ പ്രാർത്ഥിച്ചിട്ടാണ് ഓരോരുത്തരെയും അനേകം ഞാനിവിടെ കൊണ്ടുവരുന്നുണ്ട്. ആ ചെറിയവനെന്നോ വലിയവനോ ഒന്നുമില്ലാതെ ഞാനിവിടെ ഓരോരുത്തരെ കൊണ്ടുവരുന്നത്. അങ്ങനെ എൻ്റെ കൈയുടെ വേദന മാറി. ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞ കൈ ഇവിടെ അത് ചെയ്യാതെ എൻ്റെ കൈ നല്ലതായി. അതേപോലെ നമ്മുടെ ഇവിടെ ഉടമ്പടി റാലി ഉണ്ടായില്ലോ, ആ റാലിയിൽ ഞാൻ എൻ്റെ കാല് ബസ്സിൽ വീണിട്ട് കാലിൻ്റെ ഇവിടെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ബാൻഡേജ് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ കാല് ബാൻഡേജ് ചെയ്യണ്ട, എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കയ്യിൽ ഞാൻ ഉപ്പിട്ടു, എൻ്റെ ബാഗിലുണ്ടായിരുന്നു. ആസ്പത്രിയിൽ നിന്ന് കയ്യിൽ ഉപ്പിട്ട് തൈലിട്ട് പരട്ടിയിട്ട് ഞാൻ പറഞ്ഞു ബാൻഡേജ് ചെയ്യണ്ട, എൻ്റെ മാതാവ് മാറ്റും, എനിക്ക് റാലിക്ക് പങ്കെടുക്കണം. അങ്ങനെ ഞാനിവിടെ വന്ന് റാലിയിൽ പങ്കെടുത്തു. ഒരു വിഷമം കൂടാതെ എൻ്റെ അമ്മ എന്നെ നടത്തി. എൻ്റെ കാല് ഒരു വിഷമമില്ലാണ്ട് എൻ്റെ കാലിൻ്റെ വേദന മാറി, മുട്ടിൻ്റെ വേദന മാറി, എൻ്റെ കൊളസ്ട്രോള്, എൻ്റെ തൈറോയ്ഡ് എല്ലാം എൻ്റെ അമ്മ എടുത്തു മാറ്റി. എന്നെ പല സ്ഥലത്തേക്ക് ഈ അക്രൈസ്തവരുടെ ഇടയിലേക്ക് എന്നെ മാതാവ് നിയോഗിച്ച് പല കുടുംബങ്ങളിലേക്കും പോയി. ഈ അടുത്തൊരു അത്ഭുതം ഉണ്ടായി. ഒരു വീട്ടിലെ ഒരു ചേച്ചി മരിക്കാതെ, ഞാൻ എപ്പോഴും പോകും, ക്യാൻസറായിരുന്നു, അക്രൈസ്തവ ചേച്ചിയാണ്. അവരുടെ അടുത്ത് എല്ലാ പ്രാവശ്യം ഞാൻ പോകുമ്പോൾ 1 വർഷമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നടക്കുക. ഒരുപാട് ആഗ്രഹമായിരുന്നു ഇവിടെ വരണം, ഇവിടെ മാതാവിൻ്റെ അടുത്ത് എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ്. അവർ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് മരിച്ചു. അവർ 3 ദിവസം, വെള്ളിയാഴ്ച ഞാൻ അവരെ ചെവിയിൽ പ്രാർത്ഥിച്ചു, മാതാവിനെ വിളിച്ചിട്ട്. എപ്പോഴും ചെവിയിൽ പ്രാർത്ഥിക്കും മൊബൈലിൽ കൂടെ. അപ്പോൾ അവർ, നീ എവിടെയാ, എന്നെ ഒന്ന് കൊണ്ടുപോകാം മാതാവിൻ്റെ അടുത്തേക്ക്. ഞാൻ കൊണ്ടുപോകാം, സാന്തേച്ചി ട്യൂബൊക്കെ ഒന്ന് എടുക്കട്ടെ, അപ്പോൾ ഞാൻ കൊണ്ടുപോകട്ടോ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് അവർ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം മരിക്കാൻ കിടന്നിട്ട് വായു വലിച്ചിട്ട് മരിക്കാതെ കിടന്നു. മോളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേ, എൻ്റെ അമ്മ മരിച്ചിട്ടില്ല, ചേച്ചി വരാനായിരിക്കുന്നു. ഞാൻ ഉടനെ പറഞ്ഞു, എൻ്റെ സാറിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം കൊണ്ട് എനിക്ക് പോകണം. കാറ് വിട്ടു തന്നു. ഞാൻ അവിടെ ചെന്നു. 9:30 ഞാൻ എറണാകുളത്തുനിന്ന് പോയി. അവിടെ 11:30 ആകുമ്പോൾ തൃശ്ശൂരെത്തി. തൃശ്ശൂരാണ് ചേച്ചി. അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ തൈലും ഉപ്പും ആയി തുറന്ന് ഞാൻ ഇട്ട് കൊടുത്തു. എൻ്റെ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ, ഈശോയെ മാതാവെ പിടിച്ചോ, ഒരു
ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ എന്നെ കണ്ണ് തുറന്ന് നോക്കിയിട്ട് ചന്തേച്ചി ഞാനാ ഗ്രേസിയാന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണ് തുറന്ന ആൾ കുറച്ച് കഴിയുമ്പോൾ പോയി. അവിടെ ഇരുന്നതെല്ലാവരും ഒരു ക്രിസ്ത്യാനി പോലും ഉണ്ടായിട്ടില്ല, എല്ലാവരും അക്രൈസ്തവരാ. അവർക്ക് അതിശയമായി. അതിനെന്നെ തിരഞ്ഞെടുത്ത എൻ്റെ ഈ കൃപാസന മാതാവിന് 1000 നന്ദി പറയാ ഞാൻ. എല്ലാവരും വിശ്വാസത്തോടെ അത്രയ്ക്കും പ്രവർത്തിക്കുന്നു നമ്മുടെ അമ്മ. ഈ പത്രം എന്ന് പറഞ്ഞത് കളയാനല്ല, വെറുതെ പേടിച്ച് നിങ്ങൾ അവിടെ ഇവിടെയും കൊണ്ടിടല്ലേ, പള്ളിയുടെ വാതയ്ക്ക് കൊണ്ടിടല്ലേ. അത്ര ശക്തിയുണ്ട് ഈ പത്രത്തിന്. ഞാൻ പത്രം ഒരെണ്ണം ഇല്ലെങ്കിൽ കട മേടിക്കും. നിങ്ങളുടെ കയ്യിൽ കൊടുക്കാതിരിക്കുന്ന പത്രം ഉണ്ടോ? അതെനിക്ക് തായോ, ഞാൻ കൊണ്ടുപോയിട്ട് കൊടുക്കും. അത് ഞാൻ പ്രവർത്തിക്കും. എനിക്കൊരു പത്രം ഇല്ലെങ്കിൽ ഒരു വീട്ടിൽ പോകാൻ പറ്റില്ല. ഒരു വീടുകളിൽ എത്ര വലിയ വീടായാലും വലിയവനായാലും ചെറിയവനായാലും ഞാൻ അവിടെ പോകും. പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കൊടുക്കും. അതാണ് എൻ്റെ അമ്മ, എൻ്റെ കൂടെ നടക്കുന്ന അമ്മ. ഏത് നേരത്തും എന്നെ എൻ്റെ കൂടെ 5:30 ഞാൻ പണിയെടുത്ത് ഞാനൊരു വീട്ടിൽ ജോലി ചെയ്യുക. അപ്പച്ച മാത്രമുള്ള അമ്മച്ചി മരിച്ചു. ഞാൻ ആ വീട്ടിലെ മോളാണ്. എനിക്ക് ആരുമില്ലാത്തവരായ പോലെ ഞാൻ ജീവിച്ചു. അത് കഴിഞ്ഞ് ആ വീട്ടിൽ അത്ര സന്തോഷത്തോടെ ഞാൻ ജീവിക്കണേ, അതെൻ്റെ അമ്മ കാരണമാണ്. അപ്പോൾ എവിടെ എന്താവശ്യത്തിനുണ്ടെങ്കിലും കാറുണ്ട് എനിക്ക്, എവിടെ പോകാൻ എനിക്ക് വിട്ടുതരും. അത് കഴിഞ്ഞ് എൻ്റെ ഭർത്താവിനെ മരിച്ചു കഴിഞ്ഞിട്ട് തൃശ്ശൂർ, ഞങ്ങളുടെ വീട് കാസർഗോഡാണ്, മരിച്ചത് തൃശ്ശൂരാണ്. അടക്കാനായിട്ട് പള്ളിയിൽ നിന്ന് ഒരു പേപ്പറൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പക്ഷെ ഒന്നുമില്ലാതെ പട്ടിക്കാട് പള്ളിയിൽ ആളെ അടക്കാനായിട്ട് ഞങ്ങൾക്ക് മരിച്ചപ്പോൾ ഞങ്ങളുടെ ഇവരെ ചേട്ടൻ്റെ വീടൊക്കെ ഉണ്ട്. ആരും വീട്ടിൽ ഈ ശവം വെക്കാൻ കൂട്ടാക്കിയില്ല. ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മ എനിക്ക് ആരുമില്ല, അമ്മ മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷെ അമ്മ എൻ്റെ അരികിൽ നിൽക്കണത് ഞാൻ കാണുന്നുണ്ട്. എവിടെ നോക്കിയാലും എൻ്റെ അമ്മയുണ്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരു മോൻ വന്നിട്ട് പറഞ്ഞു, കൂട്ടുകാരൻ, ചേച്ചി വിഷമിക്കണ്ട, ഈ ശവം എൻ്റെ വീട്ടിൽ വയ്ക്കും, ഇവിടെ നിന്നെല്ലാം ചെയ്യാം. അങ്ങനെ അച്ഛന്മാർ വന്നു, 4 അച്ഛന്മാർ എല്ലാം വന്ന് എല്ലാ പരിപാടിയും ഭംഗിയായിട്ട് ആളുടെ ഇടവക പള്ളിയിൽ കുടുംബ കല്ലറയിൽ വെക്കേണ്ടി വന്നു. അതൊരു വലിയ അത്ഭുതം. അതെൻ്റെ അമ്മയാണ്. ഈ കൃപാസന മാതാവ് കൂടെ ഉള്ളതുകൊണ്ട് അത് നടന്നേ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് അവർ ഏറ്റുമാനൂരാണ്. എൻ്റെ സാറ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചതാ. ഒരു കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. ആ കുട്ടി ഗോഹർട്ടിയിൽ പഠിക്കാനായിട്ട് ഈ ഇന്ത്യയിൽ 4 സ്ഥലത്തെ ആ കോളേജുള്ളൂ. +2 നല്ല മാർക്കോടുകൂടി പാസ്സായതാണ്. എൻജിനീയറിങ്ങിനോ ഒന്നും പഠിക്കാൻ വേണ്ടി. ആ കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 6ാമത്തെ പുതുക്കലിൽ ഞാൻ ഇന്ന് 7ാമത്തെ പുതുക്കി. 6ാമത്തെ പുതുക്കലിൽ ആ കുട്ടിയുടെ കാര്യം, സാബിന്ന ആ കുട്ടിയുടെ പേര്, ആ പേപ്പറിൽ ഞാൻ വെച്ചു. സാബിയുടെ സർട്ടിഫിക്കറ്റ് മാതാവേ, ആ വില്ലേജ് ഓഫീസർ വരെയിട്ട് കളിപ്പിക്കുന്നു. ആ അമ്മേനെയും 2 മക്കളെയും ഞാനിവിടെ കൊണ്ടുവന്നു. ചെറുപ്പത്തിലേ ഉപേക്ഷിച്ച് പോയത് അപ്പനില്ല. വരുമാന സർട്ടിഫിക്കറ്റ് വേണം ആ കുട്ടിക്ക് പഠിക്കാൻ. ഇത്രയും നല്ല പഠിക്കണ കുട്ടി ആ കോളേജിൽ കയറണമെങ്കിൽ ഇത് വേണം. എന്തു ചെയ്യും? ഞാനിവിടെ കൊണ്ടുവന്നു. ഇവിടെ മുട്ടുമുട്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് തൈലം തൊട്ട് വരട്ടി ഉപ്പും കൊടുത്തു. ഇവിടുന്ന് ലോക്കറ്റൊക്കെ മേടിച്ച് കൊടുത്തിട്ട് പറഞ്ഞു, മാതാവിൻ്റെ ഫോട്ടോ മേടിച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇതവിടെ വെച്ചോ, എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോ, അമ്മ നോക്കിക്കോളൂ കേട്ടോ. അവിടെ നിന്ന് ഈ കുട്ടി 24-ാം തീയതി പോവുക. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 22-ാം തീയതി ചേച്ചി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, പേടിക്കണ്ട, അമ്മ തരും. 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞാൻ അവിടെ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു പറഞ്ഞു, അമ്മയെ അവർക്ക് അപ്പനില്ലല്ലോ, അമ്മയ്ക്ക് അറിയാലോ, ആ സർട്ടിഫിക്കറ്റ് മേടിച്ചില്ലെങ്കിൽ ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റില്ല. അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് 23-ാം തീയതി 2:30 മണിക്ക് കിട്ടിയിട്ട് എനിക്ക് വേഗം അവർ വിളിച്ച് കൃപാസന മാതാവിന് നന്ദി പറയേ. എന്നോട് ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി പഠിക്കാൻ പോയി. അങ്ങനെ ചെറുതും വലുതും. പിന്നെ ഒരു അമ്മച്ചി ഞങ്ങളുടെ തൃശ്ശൂരാണ്. ഞാൻ എല്ലാ ജില്ലകളിലും പോകും. എനിക്ക് എവിടെയൊക്കെ പരിചയം. എൻ്റെ കുടുംബക്കാരുടെ വീട്ടിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. ഞാനെല്ലാം ഇങ്ങനെ പോവുക. എവിടെയൊക്കെ എനിക്ക് പറ്റണം. എന്നെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകണം, തമിഴ്നാട്, ഈറോഡ്, എല്ലാ സ്ഥലത്തും ഞാൻ പോവും. അങ്ങനെ ഞാൻ ഈ എന്താ പറയാമോ എന്ന് മറന്നുപോയില്ല. അങ്ങനെ അപ്പം ഞാൻ എൻ്റെ തൃശ്ശൂരുള്ള അമ്മച്ചിയുടെ കാര്യമാണ് പറയാൻ വന്നേ. അമ്മച്ചിയുടെ കണ്ണിന് അമ്മച്ചി മരണശയ്യല. എൻ്റെ അനിയത്തി വിളിച്ചിട്ട് പറഞ്ഞു, എടീ നമ്മുടെ ജാനിയേച്ചി അവിടെ വയ്യാണ്ട് കിടക്കുക, അക്രൈസ്തവയാണ്, നീ ഒന്ന് പോയി കാണുമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു കല്യാണത്തിന് തൃശ്ശൂർ പോയതാണ്. ഞാൻ നേരെ അത് കേട്ട വശം കൂടി അവിടെ ചെന്നപ്പോൾ അമ്മച്ചി കണ്ണ് 2ഉം കാണാനില്ല. തിമിരം വന്ന് 87 വയസ്സായി അമ്മച്ചിക്ക്. ഈ 2 കണ്ണും ഒന്നും കാണാനില്ല. എല്ലാവരും വന്ന് കണ്ടുകൊണ്ട് പോകും, ആളിപ്പം മരിക്കും എന്നുള്ളതിൽ. അങ്ങനെ ഞാൻ അവിടെ കട്ടിലിൻ്റെ അവിടെ മുട്ടുകുത്തിയിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ, കണ്ണ് കണ്ടില്ലെങ്കിൽ ഇവരെന്താ വാരി തിന്നണേന്ന് ഇവർക്ക് അറിയില്ലല്ലോ, അമ്മയൊന്ന് ഇടപെടുമെന്ന് പറഞ്ഞു. വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലായിടത്തും കണ്ണിൽ തേച്ചു. അവിടെ നിന്ന് ഒരാഴ്ച കഴിയുമ്പോൾ എൻ്റെ അനിയത്തി വീണ്ടും കാണാൻ പോയിട്ട് പറഞ്ഞു, എടി ജാനിയമാമ ഇരിക്കണണ്ടാ. ഞാൻ പറഞ്ഞു, ജാനിയമാമയാ? ആ അതേ ഇവിടെ ഇരിക്കണണ്ടാ. കണ്ണ് കണ്ടു, നിൻ്റെ കഥയെ പറയണേ, നീ ഏതാണ്ട് ഒരു മാതാവിൻ്റെ തൈലം കൊണ്ടുവന്ന് തേച്ചു അത്രേ, അപ്പോൾ കണ്ണ് കണ്ടു എന്ന് പറഞ്ഞു. അതൊരു വലിയ അത്ഭുതമായി. ഇപ്പോൾ അമ്മച്ചിക്ക് കണ്ണ് കണ്ടപ്പോൾ ഓരോരുത്തരും എന്നെ വിളിക്കും, ഒന്നിവിടെ വരെ വന്നു പോ, ഒന്നിവിടെ വന്ന് പ്രാർത്ഥിക്കുക. അക്രൈസ്തവരുടെയിലേക്ക് എന്നെ നിയോഗിച്ച എൻ്റെ അമ്മയ്ക്ക് 1000, എൻ്റെ ഈശോയ്ക്ക് 1000 നന്ദി പറയാ ഞാൻ.
ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ, പ്രാർത്ഥനാ സഹായങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണേ. ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി 5:30 മുട്ടുമ്പോൾ നിന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ കാര്യം നടന്നില്ലെങ്കിലും അവരുടെ കാര്യം നടത്തി കൊടുക്കണേ അമ്മേന്ന്. അങ്ങനെ അനവധി കാര്യങ്ങൾ നടത്താം. നിങ്ങളാരും വിഷമിക്കണ്ട. ചിലപ്പോൾ നമുക്ക് പരീക്ഷണങ്ങൾ വരും. എനിക്കും വന്നു. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ കൈക്ക് വയ്യാണ്ടായേ, പക്ഷെ മാറി. നമ്മളെ പരീക്ഷിക്കും. നമ്മൾ നന്നായിട്ട് ഒരുങ്ങുക, പ്രാർത്ഥിക്കുക. എന്താ നമ്മുടെ ഈ ഉടമ്പടിയുടേത്, നമ്മുടെ അമ്മ ഇവിടെയുണ്ട് ആലപ്പുഴയിൽ. നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ അമ്മയുടെ അടുത്ത് വന്ന് നമുക്ക് പ്രാർത്ഥിച്ചു പോവാം. നിരവധി അനുഗ്രഹങ്ങളെ തരണേ. നമ്മളൊന്ന് ചോദിക്കുക, നമ്മുടെ അമ്മയത് അമ്മയോടൊന്ന് ചോദിക്കുക കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്. അത്ര ശക്തി അമ്മയ്ക്ക്. നിങ്ങൾ വെറുതെ അമ്മയെ തള്ളിക്കളയല്ലേ. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരോട് ഉടമ്പടി എടുത്തിട്ട് പ്രാർത്ഥിക്കാതെ ബുക്ക് അവിടെ കൊണ്ടുവച്ചാലൊന്നും നടക്കില്ല. നന്നായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ മാത്രമേ മാതാവ് തരുള്ളൂ. നല്ലോണം പ്രാർത്ഥിക്കണം. ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു. ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ നടത്തും. പുറപ്പാടിൻ്റെ പുസ്തകം 34:10 തിരുവചനം. ഇവിടെ ഗ്രേസി ദേവസി എന്ന മകൾ തൻ്റെ അനുഭവ സാക്ഷ്യം ഒത്തിരി തീഷ്ണതയോടെ നമ്മോട് പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ ഈ മകൾ തൻ്റെ ജീവിതത്തിലൂടെ താൻ അനുഭവിച്ചത്, താൻ വഴി മറ്റുള്ളവർക്ക് ലഭിച്ച കൃപകൾ, ഇതെല്ലാം ഈ മകൾ ഇവിടെ പങ്കുവെച്ചു കഴിഞ്ഞു. കൃപാസന പത്രം അത് പൊതിഞ്ഞു വെക്കാനുള്ളതല്ല, കീറി വായിലിടാനുള്ളതല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യാനുള്ളതല്ല. അത് കൃപാസനം ഒരിക്കലും പറഞ്ഞിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന്. ഇവിടെ ഈ മകൾ സാക്ഷ്യപ്പെടുത്തിയത് നമ്മൾ കേട്ടതാണ്. കൃപാസന പത്രം എന്തിനുള്ളതാണ്? വിഷമസന്ധിയിൽ കഴിയുന്ന ജനങ്ങളുടെ ആത്മധൈര്യത്തിനായി ഈ സാക്ഷ്യപത്രം പ്രാർത്ഥനാപൂർവം നാം ഉപയോഗിക്കുമ്പോഴാണ് അതിന് അതിൻ്റേതായ രീതിയിലുള്ള എല്ലാ കൃപകളും ലഭിക്കുക. അപ്പോൾ ഇവിടെ ഈ മകൾ സാക്ഷ്യപ്പെടുത്തിയതുപോലെ ഈ മകൾ പറഞ്ഞു, ഞാൻ ആ പത്രവുമായി പോകും. അത് കൊടുക്കുന്നത് വെറുതെയല്ല, അത് മുട്ടുകുത്തി നിന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവർക്കത് കൊടുക്കും. അവരോട് പറയും, നിങ്ങൾ ഈ പത്രം ഇത് നിങ്ങൾ ഒത്തിരി ആഗ്രഹത്തോടെ തീഷ്ണതയോടെ നിങ്ങൾ ഈ പത്രം വായിക്കണം. അങ്ങനെ വായിച്ച് നിങ്ങൾ കൃപകൾ നേടണം, അനുഗ്രഹങ്ങൾ നേടണം. ഇതാണ് ഈ മകൾ സുവിശേഷ വേലയായി ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ഈ മകളുടെ ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനവും. പലതരത്തിലുള്ള പത്രങ്ങളാണ്, അതായത് പല ഭാഷകളിലുള്ള പത്രങ്ങൾ ഈ മകൾ മേടിച്ചിട്ട് ഈ മകൾ കൊണ്ടുപോയി വിതരണം ചെയ്യുന്നു. ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു അംശമാണ് സ്റ്റാറ്റസ് ഡീപ്രമോഷൻ, അതായത് എളിമപ്പെടുക. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസിൽ നിന്ന് നാം താഴേക്ക് പോകുന്നത് പോലെ ഈ പത്രവിതരണം നടത്തുമ്പോൾ എപ്പോഴും നമുക്ക് ഒരു നല്ല സ്വീകാര്യത കിട്ടണമെന്നില്ല. എന്നാൽ അതൊന്നും ഈ മകൾ കാര്യമാക്കുന്നില്ല. ഈ മകൾ പത്രവിതരണം നടത്തുകയാണ്. അങ്ങനെ ഈ മകൾ ആളുകളെ നേടുന്നു, ആത്മാക്കളെ നേടുന്നു. തൻ്റെ സുവിശേഷ വേല, അതായത് യേശുവിനെ അറിയാത്തവരെ അറിയിക്കാൻ, അറിഞ്ഞവരുടെ വർദ്ധിപ്പിക്കാൻ, അവരുടെ വിശ്വാസത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കാൻ, ഇതാണ് ഈ മകൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈ മകൾക്ക് ജനിച്ച കുഞ്ഞിൻ്റെ കാര്യം നമ്മൾ കേട്ടതാണ്. ആ കുഞ്ഞിന് ചുണ്ടോ മൂക്കോ അണ്ണാക്കോ ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു രൂപത്തിലാണ് ആ കുട്ടി ജനിക്കുക. എന്നാൽ ആ കുഞ്ഞിനെ എങ്ങനെ ഈ അമ്മ മാറോട് ചേർത്തു? അതായത് സ്വന്തം കുഞ്ഞിനെ, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നാണ് തിരുവചനം പറയുക. അപ്പോൾ അങ്ങനെ തനിക്ക് കിട്ടിയ മകളെ ഒരു നിധി പോലെ ഈ അമ്മ കണ്ടു. അതിന് ഈ അമ്മ നേരിട്ട എല്ലാ പ്രശ്നങ്ങളും ഈ അമ്മ നമ്മോട് പങ്കുവയ്ക്കുകയായിരുന്നു. ആ കുഞ്ഞിനെ വളർത്തി 4-ാമത്തെ വയസ്സിൽ ആ മകളുടെ മുഖത്തിൻ്റെ ഓപ്പറേഷനൊക്കെ നടത്തുന്നു. 9 ഓപ്പറേഷനാണ് ആ മകൾക്ക് മുഖത്ത്. ആ മകൾ ഒരു മനുഷ്യരൂപം വെക്കുവാൻ വേണ്ടി ആ മകൾക്ക് നടത്തിയതെന്നാണ് ഈ അമ്മ പങ്കുവെച്ചത്. അപ്പോൾ ഇവിടെയൊക്കെ ഈ അമ്മയ്ക്ക് ആത്മധൈര്യം കൊടുത്തത് പരിശുദ്ധാത്മാവാണ്. ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഏത് മക്കളുടെയും മുഖമുദ്രയാണ് ആത്മധൈര്യം. ആ ആത്മധൈര്യം കിട്ടുമ്പോൾ നമുക്ക് എന്തും
കടക്കുവാനുള്ള, അതായത് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. നാം വിചാരിക്കുന്ന രീതിയിലല്ല അപ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ വഴി നടത്തുക. അമ്മയുടെ ഒരു മകളാണ്, ഒരു മകനാണ്, എനിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു മകളാണ് എന്ന് കാണുമ്പോൾ നാം ഈശോയെ പ്രഘോഷിക്കുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി വെറുതെ ഇരിക്കില്ല. നമ്മുടെ കാര്യത്തിൽ പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിക്കുമ്പോൾ ഈശോയും ഇടപെടും. നമ്മുടെ കാര്യത്തിൽ പെട്ടെന്നാണ് പിന്നെ തീരുമാനങ്ങൾ വരിക. 30 വർഷമായിട്ട് നടക്കാതിരുന്ന വീട് പണി നടന്നു കിട്ടിയോ ഗ്രേസ് ചേച്ചി? എൻ്റെ വീട്, എനിക്ക് സ്ഥലമില്ലായിരുന്നേ. ഞങ്ങളുടെ പള്ളിയുടെ എനിക്ക് സെൻറ്റ് മേരീസ് കോൺവെൻറ്റ് അവിടുത്തെ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി 5 സെൻറ്റ് സ്ഥലം മേടിച്ചു തന്നു. അതെൻ്റെ മോളുടെ പേരിലാണ് അവർ മേടിച്ചത്. അതിൽ വീട് തറയൊക്കെ കെട്ടി 8 വർഷത്തോളം കിടന്നു. അതിനുശേഷം എനിക്ക് ആ വീട് പണിതത് പല കൈകളായിട്ടാണ് ആ വീട് പണിത് തന്നെ. അതിന് ഇടയ്ക്ക് പകുതി ഒരു ബെഡ്റൂം, ഒരു ഹോള്, ഒരു അടുക്കളയായിട്ട് പണിതു. അത് ഈ പപ്പ ദേവസ്യേട്ടൻ ഉണ്ടല്ലോ, അതിനെ നിർത്താൻ വേണ്ടി ഞങ്ങൾ പണിതു. ഞാനും കുട്ടികളൊക്കെ, ഞങ്ങളെ നിർത്തത്തില്ല വീട്ടിൽ. പിന്നെ ഒരു മുറി, ഒരു ഹോള് ഇതൊക്കെ എടുക്കണം, അതും ഒരാൾ പണിതു തന്നു. അപ്പോൾ അങ്ങനെ വീടിന്റെ 30 വർഷത്തോളം 30 വർഷം വാടക വീട്ടിലായിരുന്നു. അപ്പോൾ ആ വാടക വീട്ടിലായിരുന്നിട്ട് ഒരു ഭവനം, അപ്പോൾ നല്ലൊരു ഭവനം, എല്ലാം കംപ്ലീറ്റ്, അതിലേക്ക് ഫർണിച്ചർ വരെ ദൈവം തമ്പുരാൻ ഓരോ കൈകളിലൂടെ ഞങ്ങൾക്ക് തന്നു. അങ്ങനെ ഞങ്ങളെ വീട് ഇതായി. അപ്പോൾ അങ്ങനെ വർഷങ്ങളായിട്ട് നടക്കാതിരുന്ന പല കാര്യങ്ങളുമാണ് ഇവിടെ ഈ ഗ്രേസ് ചേച്ചിയുടെ സാക്ഷ്യത്തിലൂടെ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത്. നമുക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.